ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ടെക്നോവേറ്റ് ലാബ്സ്. ഇപ്പോൾ രാത്രി 10 മണിയായി തോന്നുന്നു. 10:30 ഇതിപ്പോൾ നമ്മുടെ നോർമൽ ഷൂട്ടിംഗ് ടൈം അല്ല. ഞാൻ വീഡിയോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചല്ല. പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിലല്ല, ഞാൻ ഗൂഗിളിൽ ഒരു പോസ്റ്റ് കണ്ടു. നമ്മുടെ ന്യൂ CMF ഫോൺ 1 നത്തിങ്ങിൻ്റെ പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി CMF ഫോൺ 1ൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ബാക്ക് പാനലുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ഫോണിൻ്റെയും ബാക്ക് പാനൽ നോൺ റിമൂവബിൾ ആണ്. അത് പറഞ്ഞാൽ നമ്മളെയും കൊണ്ട് നോർമലി റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്പേർട്ടിനെയും കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് ടൂൾസ് ഉണ്ടെങ്കിലേ അത് റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യും. CMF ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കത് റിമൂവ് ചെയ്യാം. അതിൻ്റെ ബാക്ക് പാനൽ റിമൂവ് ചെയ്യാം. ആ ബാക്ക് പാനലിൻ്റെ CAD മോഡൽ കമ്പനി പുറത്തേക്ക് വിട്ടു. അത് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആക്കി. അപ്പോൾ ആർക്ക് വേണിച്ചാലും ആ CAD മോഡൽ എടുത്തിട്ട് 3D പ്രിൻ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈൻ. പറഞ്ഞാൽ ബേസിക് ഡിസൈനിൻ്റെ മുകളിൽ അഡീഷണൽ ഫീച്ചേഴ്സ് വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലൊരു 3D പ്രിൻ്റർ ഇരിപ്പുണ്ട്, എന്തിനാണ് ഞാൻ വെറുതെ സമയം കളയുന്നത്, നമുക്ക് 3D പ്രിൻ്റ് ചെയ്യാം. ഞാൻ അപ്പോൾ CAD മോഡൽ ഡൗൺലോഡ് ചെയ്ത് ഇപ്പം അതിൻ്റെ സെറ്റിങ്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ മോഡലിൽ തൽക്കാലം ഒരു ചേഞ്ചും വരുത്തുന്നില്ല, അഡീഷണൽ ഒരു ഫീച്ചറും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മുടെ 3D പ്രിൻ്ററിൽ ഗ്രേ കളർ ഫിലമെൻറ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ 3D പ്രിൻ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ എങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ പോകണം, ഇപ്പോൾ അതിൻ്റെ മോഡലൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാനത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, എവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്ന് ഈ CAD മോഡൽ ഡൗൺലോഡ് ചെയ്യാം? CAD മോഡൽ ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇതാണ്. ഞാൻ ഈ സാധനം അടിയിൽ ഇടാൻ ഇടാം, ലിങ്ക് ഇടാം. പാർക്ക് വേണിച്ചാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ഈ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തേക്ക് നോക്കിയതാ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡയമെൻഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതുണ്ടാവും. ബേസിക് റെയർ കവറിൻ്റെ STL ഫയലും സ്റ്റെപ്പ് ഫയലും നിങ്ങൾ ഏതെങ്കിലും ഒരു CAD സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യുക. STL ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 3D പ്രിൻ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ളൊരു മോഡലാണ് STL ഫോർമാറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്യൂഷൻ സോഫ്റ്റ്വെയറിലിട്ടു. ഫ്യൂഷൻ ഉണ്ടാവും, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഇതിലിട്ടിട്ട് നമ്മൾ ഇതിനെ STL കൺവേർഷൻ ചെയ്തു ഇട്ടിട്ടാ നമ്മുടെ STL ഫയൽ. ഇനി ഇതിന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രിൻ്റ് ചെയ്യാൻ ഞാൻ തരാം. ഇത് ക്യൂറം എന്ന അൾട്ടി ക്യൂറ പറഞ്ഞൊരു 3D പ്രിൻ്ററിൻ്റെ സോഫ്റ്റ്വെയർ. അത് കിട്ടിയിട്ട് സൂപ്പർ ക്വാളിറ്റി പറഞ്ഞാൽ ഇതിലുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി 0.12 mm പറഞ്ഞാൽ 120 മൈക്രോമീറ്ററിൻ്റെ തിക്നെസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ പ്രിൻ്റ് ചെയ്യാൻ പോകണം. 0.12 mm ലെയർ ഹൈറ്റിൽ നമ്മളിതിനെ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. മോഡൽ എടുത്തു, ഞാൻ അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ G കോഡ് ആക്കിയിട്ട് ഇതാണ് നമ്മുടെ കോഡ്. ഇനി ഈ സാധനത്തിനെയാണ് നമ്മൾ ഈ പ്രിൻ്ററിലിട്ട് പ്രിൻ്റ് ചെയ്യാൻ പോകണം. അപ്പം ഇനി നമുക്ക് നേരെ പ്രിൻ്റിലേക്ക് കിടക്കാം. പ്രിൻ്റ് ചെയ്യണതിൻ്റെ മുമ്പ് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കറക്റ്റായി പോകണം. ഒന്ന്, കറണ്ട് പോകരുത്. കാരണം 3D പ്രിൻ്റർ ഞാൻ തൽക്കാലം ഇൻവെർട്ടറിക്കല്ല എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. കറണ്ട് പോയാൽ നമ്മുടെ പ്രിൻ്റർ പകുതി വെച്ച് നിന്നാൽ രണ്ടാമത്തെ റീപ്രിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം കറണ്ട് പോകരുത്. രണ്ടാമത്, പ്രിൻ്ററിന് ഒരു ഇഷ്യൂ ഉണ്ടാവരുത്. കാരണം ഈ പ്രിൻ്റർ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ പ്രിൻ്ററാണ്, ഒരു ബഡ്ജറ്റ് പ്രിൻ്ററാണ്. Ender 3 മോഡൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രിൻ്ററാണ്. അപ്പോൾ നമുക്ക് അതിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ എറർ വരാൻ ചാൻസ് അധികമാണ്. പ്രിൻ്റർ ഫെയിലിയർ, പ്രിൻ്റ് ഫെയിലിയർ, ഹീറ്റർ ഫെയിലിയർ, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്നത് വരാതിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് പ്രിൻ്റ് തുടങ്ങാം. രാത്രി 1:30 ഇനിയും പ്രിൻ്റ് കഴിഞ്ഞിട്ടില്ല. പ്രിൻ്റ് നമ്മുടെ 2.5 മണിക്കൂറിനടുത്തെത്തി. 2.5 മണിക്കൂറായി. 2.5 മണിക്കൂറായി. ഇനി ഒരു 1.25 മണിക്കൂറിനടുത്ത് പ്രിൻ്റ് ഉണ്ട്. അയ്യോ വയ്യ. സാധാരണ ഇങ്ങനത്തെ പ്രിൻ്റുകൾ വെച്ചാൽ കടന്നുറങ്ങാറാവില്ല. ഇപ്പോൾ നടക്കുകയല്ല. കാരണം നമ്മൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിയ പിന്നെ രാവിലെ വരെ നമ്മളിത് വെറുതെ പോകണം. വെറുതെ ഫിലമെൻറ്റും വേസ്റ്റ് ആവും. മറ്റേത് അല്ലെങ്കിൽ ഫിലമെൻറ്റ് വേസ്റ്റ് ആയാലും നമ്മുടെ എന്താ പറയുക അത്രയും നേരത്തെ ലൈറ്റ് ഒക്കെ വേസ്റ്റ് ആവും. അപ്പോൾ നോക്കാം
ഞാൻ അടുത്ത അപ്ഡേറ്റും കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ വരാം. അപ്പോൾ നമ്മുടെ പ്രിൻറ്റിങ് കഴിഞ്ഞു. ഇതാ ഫൈനൽ CMFൻ്റെ 3D പ്രിൻറ്റഡ് ബാക്ക് പാനൽ. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയിലോ നിങ്ങളുടെയിലോ ആരുടെയും കയ്യിൽ CMF ഫോൺ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ CMF ഇല്ല. CMF ഫോണല്ല എൻ്റെ. വേറെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 1 ടൈം ട്രയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ്. രാത്രി 3 മണിയായിട്ടാണ് എനിക്ക് ഉറക്കമൊക്കെ വന്നാണ്. രാത്രി 3 മണി കട്ട ഉറക്കം വരുന്നുണ്ട്. അത് കാരണമാണ് ഇങ്ങനത്തെ ഒരു മുഖം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.